Hello guys, it's me Prajumshan. Welcome to my new video. പഴനി പോയ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് അതിൻ്റെ ബാക്കിയൊരു വീഡിയോ ആണ്. പഴനിയിൽ നിന്ന് നമ്മൾ നേരെ പോയത് കൊടൈക്കനാലിലേക്കാണ്. നമ്മൾ ഓൾറെഡി ട്രിപ്പ് പ്ലാൻ ചെയ്തത് പഴനി ത്രൂ കൊടൈക്കനാലായിരുന്നു. പഴനിയിൽ നിന്ന് എന്തോ 10-65 കിലോമീറ്റർ എന്തേ ഉള്ളൂ കൊടൈക്കനാലിക്ക്. സോ അവിടെ നിന്ന് പോകാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമാണ്. ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ ഇ പാസ് എടുത്തിട്ടുണ്ടാവണം. തമിഴ്നാട് ടൂറിസത്തിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഈ പാസും അവരവിടെ ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതിനും ചാർജസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ സോ അതൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ട് പോവാം. നമ്മൾ ഏകദേശം ഒരു 3-3:30 ആയപ്പോഴത്തേക്കും അവിടെ എത്തിയായിരുന്നു. നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം കയറിയത് ഗുണ കേവിലായിരുന്നു. നല്ല റഷായിരുന്നു. നമ്മൾ ഏകദേശം സൺഡേ ആണ് അവിടെ ചെന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്കെൻഡ് ആയതുകൊണ്ടും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ മെയിൻ സ്പോട്ടിലേക്കൊക്കെ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നല്ല രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ബജിയൊക്കെ പറഞ്ഞു. നല്ല ചൂടോടെ കഴിച്ചു. നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് അതൊക്കെ കഴിച്ചപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോന്നു. നമ്മൾ മെയിൻ സ്പോട്ടും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചായിരുന്നത് വില്ലേജിലേക്കായിരുന്നു. ഈ കാവഞ്ചിയിലായിരുന്നു നമ്മുടെ സ്റ്റേ ഒക്കെ വന്നത്. സ്റ്റേ നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം പൂണ്ടിക്ക് ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ ബുക്ക് ചെയ്തിരുന്ന സാമുറ വുഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹട്ട്. ഈവനിങ്ങിലേക്ക് പിന്നെ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യാനായിട്ട് ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഗ്രില്ലടിക്കാൻ പോകുന്നു ഗൈസ്. ഗ്രില്ലടിക്കാൻ വേണ്ടിയിട്ട് ചാർക്കോളിനൊന്നും തീ പിടിപ്പിക്കാനായിട്ട് കുറേ കഷ്ടപ്പെട്ട് നമ്മൾ കർപ്പൂരമൊക്കെ വെച്ച് നോക്കിയെങ്കിലും അതിലൊന്നും കത്തിയില്ല. കാരണം നല്ല തണുപ്പായിരുന്നു. ലാസ്റ്റ് അവിടുത്തെ കെയർ ടേക്കറായിട്ട് വന്നുകൊണ്ട് എന്തൊക്കെ കാണിച്ചിട്ട് സാധനം കത്തിച്ച് തന്നു കേട്ടോ. പിന്നെ നമ്മൾ ഗ്രില്ലൊക്കെ കുറേ നേരം വെച്ച് ചാർക്കോൾ ഭയങ്കര കുറവായിരുന്നു. പിന്നെ അതിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് കഴിച്ചു. നല്ല തണുപ്പായതുകൊണ്ട് അധികം നേരം അവിടെ നിൽക്കാൻ നിന്നില്ല. ഏകദേശം ഒരു 10-10:30 വരെ അവിടെ നിന്ന് ഐസായി. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാലിലാണ്. നമ്മുടെ ടൂറിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് മോർണിംഗ് നമ്മളിന്നിവിടെ വെക്കേറ്റ് ചെയ്യും. കൊടൈക്കനാലിൽ കാവഞ്ചി എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണ് നമ്മൾ റൂം എടുത്തിരുന്നത്. ഇതാണ് നമ്മുടെ ഹട്ട്. ഇത് ആക്ച്വലി ഒരു 3 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കിങ് സൈസ് ബെഡും പിന്നെ അതേപോലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് വരുന്നൊരു ഹട്ടാണ്. ഒരു സ്റ്റേക്ക് വരുന്നത് ഒരു ഹട്ടിന് 3000 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് സീസൺ വൈസ് അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു 3 ഹട്ടും പിന്നെ അതേപോലെ അപ്പുറത്തൊരു മഡ് ഹൗസും കൂടി ഉണ്ട്. ഇതാണ് ഇവരുടെ പ്രോപ്പർട്ടിയിൽ വരുന്ന സ്റ്റേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്ന അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന വ്യൂ അടിപൊളിയാണ്. ഇതാണ് നമുക്ക് ഇതിൻ്റെ മുന്നിൽ കാണാൻ പറ്റുന്ന വ്യൂ. രാവിലെ തന്നെ വെയിൽ കായാൻ വന്നിരിക്കുന്ന ഷൈവിൻ. ഷൈവിൻ നല്ലതാണ് ഗൈസ്. നല്ല തണുപ്പാണ് കേട്ടോ. ആ വെയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വെയിൽ കായാൻ വേണ്ടിയിട്ട് നിന്നാണ്. വെയിൽ കണ്ടപ്പോൾ ഒരു സുഖമുണ്ട്. നമ്മൾ രാവിലെ തന്നെ ഇവിടുന്ന് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് കാര്യങ്ങൾക്കൊക്കെ പോവാൻ വിചാരിച്ചു. ഇവിടുന്ന് നമുക്ക് 10 മണിക്ക് വെക്കേറ്റ് ചെയ്യണം. നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെ പൂണ്ടി 1 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് പൂണ്ടിക്ക്. ദെൻ കുറച്ച് പ്ലാനിങ്സ് ഉണ്ട്, അത്യാവശ്യം വില്ലേജസും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ബാക്കി പിന്നെ കാണാം. ഇവിടുത്തെ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു വീടുകളും പിന്നെ കുറേ കൃഷി സ്ഥലങ്ങളും അത് ദൂരെ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നമ്മൾ പൂണ്ടിയിൽ ചെന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അവിടെ ഒരു മലബാർ ഹോട്ടൽ ഉണ്ടായിരുന്നു. മലബാർ സൈഡ് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു ഹോട്ടൽ. അപ്പോൾ അവിടെ നിന്നാണ് കഴിച്ചത്. ഇതാണ് അവിടുത്തെ കൃഷി സ്ഥലങ്ങൾ. ഓൾമോസ്റ്റ് വിളവൊക്കെ എടുത്ത് പിന്നെ അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് അവർ നിലം ഒരുക്കിയിട്ടേക്കുവാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നെക്സ്റ്റ് പോയത് ഫ്ലവറിക്കായിരുന്നു കേട്ടോ.
അവിടെ ഏറ്റവും ടോപ്പ് പ്ലേസ് എന്ന് പറയാം, അതായത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അതിൻ്റെ താഴേക്ക് എനിക്ക് തോന്നുന്നു വേറെ പ്ലേസ് ഇല്ല. നമ്മൾ അങ്ങോട്ട് ഏറ്റവും പൊക്കത്ത് കയറി പിന്നെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് വഴിയും കാര്യങ്ങളൊക്കെ ഏകദേശം അവസാനിച്ച പോലെയായി. പിന്നെ അവിടെ നിന്ന് കാണുന്ന വ്യൂ ആണിത്. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു. അവിടെ ഇറങ്ങി പിന്നെ നെക്സ്റ്റ് പോയത് കൂക്കാലാണ്. അവിടെ ഒരു ഇതേപോലെ വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നു. ഒരു ശരിക്കും പറഞ്ഞാൽ വഴിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മളവിടെ പോയ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ കണ്ടു. എൻട്രി ഫീ ആയിട്ട് ഒരു 60 rupees പെർ ഹെഡിന് കൊടുക്കണം. ഇവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ കൊടൈക്കനാൽ ടൗണിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ തിരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന വഴി എന്ന് പറയുന്നത് തേനി കമ്പം കൂടിയിട്ടൊക്കെയാണ്. ഓൾമോസ്റ്റ് നമ്മൾ തേനിക്ക് എത്തിയപ്പോഴത്തേക്ക് നൈറ്റാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ബോഡിമേട്ടൊക്കെ വന്ന് അവിടെ എപ്പോഴും കോടി ഉണ്ടാവാറുണ്ട്. അങ്ങനെ ബോഡിമേട്ട് വന്ന് ഇറങ്ങിയപ്പോൾ കോടി ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. നല്ല തണുപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത യാത്രാവിശേഷങ്ങളായിട്ടൊക്കെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.